ചോറും ദോശയും ചപ്പാത്തിയും ഒക്കെ ഒഴിവാക്കി ഈ സാലഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരാഴ്ച കൊണ്ട് തന്നെ വയറൊക്കെ കുറഞ്ഞ് വണ്ണവും കുറയുന്നത് കാണാം. ആദ്യം തന്നെ ക്യാരറ്റ് പകുതി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കുക്കുംബർ ക്യൂബാക്കി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സവാള ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ പകുതി തക്കാളി കുരു കളഞ്ഞിട്ടാണ് ഞാനിവിടെ ചേർക്കുന്നത്. കുറച്ച് എരിവിന് വേണ്ടി ഒരു പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷനിലാണ്, അത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ലെറ്റ്യൂസ് മുറിച്ച് ഞാൻ ചേർക്കുന്നുണ്ട്. ലെറ്റ്യൂസിന് പകരം ക്യാബേജും ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് കടലയൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഞാനിവിടെ വെള്ള ചനാ കടലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്കൊരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം ഒലീവ് ഓയിലും ഉപയോഗിക്കാൻ പറ്റും. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു കസൂരി മേത്തിയും ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. കടല റോസ്റ്റ് ചെയ്തിട്ട് സാലഡിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സാലഡിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് കോൺ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സാലഡിന്റെ ഡ്രസ്സിംഗ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു 4 ക്യൂബ് പനീർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ കേർഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി അല്പം മല്ലിയില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. ഡ്രസ്സിങ് കുറച്ചും കൂടി തിന്നാവണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി അധികം ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും എന്ത് കഴിക്കണം എന്ന് ആലോചിച്ച് ലാസ്റ്റ് ചോറിലും ചപ്പാത്തിയിലും എത്തും അല്ലേ? എന്നിട്ട് വെയിറ്റ് കൂടുന്നെന്ന് പറയും. ഞാൻ അങ്ങനെയാണ്. എന്നാൽ ഇപ്പം അതൊക്കെ മാറ്റിവെച്ച് ഇതുപോലെയുള്ള സാലഡ്സ് ആയി കഴിക്കുന്നത്. കിടക്കുന്നതിന് മിനിമം 2 മണിക്കൂർ മുന്നേ എങ്കിലും ഫുഡ് കഴിക്കണം. ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഫുള്ളാവും. എന്നാൽ വണ്ണം വയ്ക്കുകയുമില്ല. പ്രോട്ടീൻ റിച്ച് ആയിട്ട് കഴിക്കുകയും ചെയ്യാം. നമ്മൾ റോസ്റ്റഡ് ചിക്ക് പീ സാലഡ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ. ഞാൻ അടുത്തതായി ഒരു സാലഡ് റെസിപ്പി ആയിട്ട് തന്നെ വീണ്ടും വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി.